താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ. ഇതൊരു പഠനമാണ്. വാഗ്ദത്തത്തിലേക്ക് എങ്ങനെയാണ് ദൈവം ഭക്തനെ നടത്തുന്നത്. അപ്പോൾ ഈ പഠനം നിങ്ങളെ ബോധ്യപ്പെടുത്തും. വാഗ്ദത്തത്തിലേക്ക്, അതെ, ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിൽ നിങ്ങൾ എത്തിച്ചേരുവാൻ വേണ്ടത് ദൈവം ചെയ്യും. അതെ, വാഗ്ദത്തം പറഞ്ഞവനാണ് അവിടെ നിങ്ങളെ എത്തിക്കുവാൻ പോകുന്നത്. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. എങ്ങനെ എൻ്റെ ഈ അവസ്ഥയിൽ, അതല്ലേ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തിയ ചിന്ത, ഞാൻ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ എങ്ങനെ, വാഗ്ദത്തമൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്, അതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിറവേറും, അപ്പോൾ അതെങ്ങനെ ദൈവം നിവർത്തിക്കും, അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ. നിങ്ങളുടെ വിടുതൽ എന്ന വാഗ്ദത്തം ഇന്ന് നിവർത്തിയാകുവാൻ പോകുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈജിയൻ കടലിടുക്കിലൂടെയുള്ള ഒരു കപ്പൽ യാത്ര, അതാണ് പശ്ചാത്തലം. യാത്ര എവിടേക്ക്? റോമിലേക്ക്. രണ്ട് ഇഷ്ടങ്ങൾ നിറവേറുവാൻ ഭക്തനെ ഒരു വഴിയിലൂടെ കൊണ്ടുപോകുന്ന രണ്ട് ആജ്ഞാനുവർത്തികൾ. ഇവിടെ ഭക്തൻ അപ്പോസ്തലനായ പൗലോസാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ സ്പെസിമെൻ തന്നെ. അതെന്തുകൊണ്ടെന്ന് വഴിയെ പറയാം. ഇനി അവിടെ രണ്ട് ഇഷ്ടങ്ങളുണ്ട്. ആരുടെയൊക്കെ ഇഷ്ടങ്ങൾ? ഒന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, രണ്ടാമത്തേത് പിശാചിൻ്റെ അഥവാ ശത്രുവിൻ്റെ ഇഷ്ടമായിരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം പൗലോസ് വാഗ്ദത്തത്തിൽ എത്തിച്ചേരണം. ആ വാഗ്ദത്തത്തിൽ പൗലോസിനെ എത്തിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ ആജ്ഞാനുവർത്തിയായ ദൂതനെ അയച്ചിട്ടുണ്ട്. നാം ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ അത് നാം കണ്ടതാണ്. എന്നാൽ ദൂതനെ ദൈവം അയക്കുന്നതിന് മുമ്പേ തന്നെ പൗലോസിനൊപ്പം ശത്രുവിൻ്റെ ആജ്ഞാനുവർത്തികളായ പടയാളികളുണ്ട്. അവരുടെ ഇഷ്ടം എന്താണ്? അവരുടെ ആഗ്രഹം എന്താണ്? പൗലോസിനെ റോമിൽ കൈസറുടെ മുമ്പിൽ നിർത്തുക, വിചാരണ ചെയ്യുക, അടിപ്പിക്കുക, തടവിലാക്കുക, കഴിയുമെങ്കിൽ കൊന്നുകളയുക. പൗലോസിൻ്റെ നാശമാണ് ശത്രുവിൻ്റെ അഥവാ പിശാചിൻ്റെ ഇഷ്ടം. പൗലോസ് വാഗ്ദത്തത്തിൽ എത്തണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ദൂതിതാണ്, ശത്രു നിന്നെ തകർത്തു കളയുവാൻ വെട്ടുന്ന വഴിയിലൂടെ തന്നെ ദൈവം നിന്റെ വാഗ്ദത്തത്തിലെത്തിക്കും. അതുകൊണ്ട് യാത്ര എത്ര കഠിനമായിരുന്നാലും ഭയപ്പെടേണ്ട. ദൈവം നിന്റെ വാഗ്ദത്തത്തിലെത്തിക്കും. ശത്രുവിൻ്റെ ഇഷ്ടം അത് നിറവേറത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ നിറവേറത്തുള്ളൂ. അടുത്തത് എന്താണ് വാഗ്ദത്തം? ഈ വാഗ്ദത്തം എന്ന് കേൾക്കുമ്പോൾ പലർക്കും പല നിലയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. വാഗ്ദത്തം, ദൈവം ചെയ്യുവാൻ പോകുന്ന എന്തോ വലിയ കാര്യം, ദൈവത്തിൻ്റെ എന്തോ വലിയ പദ്ധതി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നതല്ലാത്ത എന്തോ ഒരു പദ്ധതി. ഇങ്ങനെയാ വാഗ്ദത്തത്തെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ നമ്മുടെ ഈ ഉള്ളിൽ വരുന്ന ചിന്ത. അതുകൊണ്ട് തന്നെ ഇന്ന് പലർക്കും വാഗ്ദത്തങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ല. എന്നാൽ എന്താണ് വാഗ്ദത്തം? വാഗ്ദത്തം എന്ന് പറയുന്നത് അതേ 19-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് അവൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് റോം കാണണം. അത് തന്നെയാണ് വാഗ്ദത്തവും. എന്താണോ ഭക്തൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ദൈവം അവന് നൽകുന്ന വാഗ്ദത്തം. അതേ പ്രിയരെ, നിങ്ങൾ ഏറെ ആഗ്രഹിച്ച് കൊതിയോടെ ചിലതിനു വേണ്ടി കാത്തിരിക്കുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ? വാഗ്ദത്തമെന്ന് വാതോരാതെ വിളിച്ചു പറയുന്നത് അതേക്കുറിച്ചാണ്. എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ആരുടെയെങ്കിലും ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല. നിന്റെ ഇഷ്ടം, നിന്റെ ആവശ്യം, നീ കാത്തിരിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന അത് തന്നെയാണ് ദൈവം നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ച് തരുവാൻ പോകുന്ന വാഗ്ദത്തം. അത് നീ പ്രാപിക്കുവാൻ പോകുക. അതേ സഹോദര, നീ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ വിശാലത, അത് തന്നെയാണ് നിന്റെ വാഗ്ദത്തം. ആ ശമ്പള വർധനവ്, ആ ഉയർന്ന പൊസിഷൻ. അയ്യോ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നിന്നോടും കൂടെ തന്നെ റൂമിനകത്ത് ഭാരത്തോടെ ആയിരിക്കുകയില്ല. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർ അത്യാഗ്രഹമെന്ന് പറയുന്നു. അയ്യോ, ഇതൊക്കെ ആഗ്രഹിക്കുവാൻ പാടുണ്ട്. അതാണെന്നേ നിന്റെ വാഗ്ദത്തം. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ ജോലി സ്ഥലത്ത് സഹോദര, സഹോദരി, നിന്റെ വാഗ്ദത്തം നിറവേറുവാൻ പോകുക. സഹോദരി, നിന്റെ വാഗ്ദത്തം നിന്റെ കുടുംബ ജീവിതത്തിൽ നിറവേറുവാൻ പോകുക. നീ ആഗ്രഹിക്കുന്ന സന്തോഷമുള്ള, സമാധാനമുള്ള, പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയുന്ന, നിന്നെ ഒത്തിരി സ്നേഹിക്കുന്ന,
അവസ്ഥയറിഞ്ഞ്, നിന്റെ സാഹചര്യം അറിഞ്ഞ്, നിന്റെ ബലഹീനത അറിഞ്ഞ്, നിന്റെ കുറവുകളെ അറിഞ്ഞ് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവ്, അങ്ങനെ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം, അതാ നിന്റെ പ്രാർത്ഥന. ആ വാഗ്ദത്തം എൻ്റെ കർത്താവ് നിവർത്തിക്കുവാൻ പോകുക. അതെ, ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ പോകുക. ആമേൻ. ഓ സ്തോത്രം. ശത്രുവിൻ്റെ ഇഷ്ടം അതിനകത്ത് നിവർത്തിയാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നീ അടിക്കപ്പെടണം, നീ തകർക്കപ്പെടണം, നീ ഒതുക്കപ്പെടണം. പിശാച് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം സഹോദര, നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്റെ ഇഷ്ടം, അതാണ് എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് നിറവേറുവാൻ പോകുക. അവൾ നിനക്കൊപ്പമുള്ള, അതേന്നെ, നിന്റെ ഭാര്യ നിനക്കൊപ്പമുള്ള, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ആ വാഗ്ദത്തം. ഓ താങ്ക് ലോർഡ്. നിന്നിൽ നിന്ന് അവളെ പിടിച്ചെടുക്കണം, അവളെ നിന്നിൽ നിന്ന് അകറ്റിക്കളയണം. അതെ, അത് ശത്രുവിൻ്റെ ഇഷ്ടമാണ്. നിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തണം, ഉണങ്ങാത്ത മുറിവുകൾ നിന്റെ ഹൃദയത്തിൽ സമ്മാനിക്കണം. അത് പിശാചിൻ്റെ ഇഷ്ടമാണ്, ശത്രുവിൻ്റെ ഇഷ്ടമാണ്. അതല്ല നിറവേറുവാൻ പോകുന്നത്. അയ്യോ താങ്ക് ഗോഡ്. ആ വഴിയിലൂടെ ആണല്ലോ, അതല്ലേ സഹോദര സഹോദരി, ആ വഴിയിലൂടെ ആണല്ലോ ദൈവദാസരെ ഞാൻ പോകുന്നത്. ആ വഴിയിലൂടെ ആണ് നിന്റെ കുടുംബത്തെ കർത്താവ് ചേർത്ത് വയ്ക്കുവാനും പോകുന്നത്. ഏത് വഴിയെന്നോ? രണ്ട് പക്ഷത്തായിട്ട് മാറി നിന്ന്, ഒരു പക്ഷത്ത് നിന്ന് കുറ്റം പറയുന്ന നിന്റെ ഭാര്യ, നിന്റെ ഭാര്യയ്ക്കൊപ്പമുള്ള ഒരു ടീം, മറുവശത്ത് നിന്ന് കുറ്റം പറയുന്ന നീയും നിനക്കൊപ്പമുള്ള അടുത്ത ടീം. പോകുന്ന പോക്ക് എവിടെ പോയി ഇടിച്ചു നിൽക്കുമോ എന്ന് മറ്റുള്ളവർ പറയുന്ന അതേ വഴിയിലൂടെ തന്നെ, അതേ നാശത്തിനായി ശത്രു ഒരുക്കിയ ആ വഴിയിലൂടെ തന്നെ. അതേന്നെ ആമേൻ. കോടതി കയറ്റുന്നില്ലേ? ഇതെന്ത് നശിച്ച വഴിയാ? ആ വഴിയിലൂടെ തന്നെ കർത്താവ് നിന്നെ ചേർത്ത് വയ്ക്കും യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. താങ്ക് ലോർഡ്. മാതാവേ പിതാവേ, നിങ്ങളുടെ തലമുറകളിൽ ഉണ്ടാകണമെന്ന്, നിങ്ങളുടെ തലമുറകളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയണമെന്ന് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അതേ ആ വാഗ്ദത്തം നിറവേറുവാൻ പോകും യേശുവിൻ നാമത്തിൽ. പലപ്പോഴും സങ്കടം. ദൈവദാസരെ വാഗ്ദത്തത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അവർ മുഖാന്തരം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ തലമുറകൾ പോകുന്ന പോക്ക്, ആ വഴി, അയ്യോ അത് നാശത്തിലേക്കുള്ള വഴിയാകുന്നുവല്ലോ. അത് നാശത്തിലേക്ക് പോകുവാൻ പിശാച് വെട്ടിയ വഴിയാ. പക്ഷെ തിരിച്ചറിയ, ആ വഴിയിലൂടെ എൻ്റെ ദൈവം നിന്റെ തലമുറകളെ എത്തേണ്ട സ്ഥാനത്ത് നിന്റെ വാഗ്ദത്തത്തിൽ എത്തിക്കും. യെസ്, യേശുവിൻ നാമത്തിൽ. ദൂതാമാതാവേ, അവിടെ മദ്യമാണ്, മോശം കൂട്ടുകെട്ടാണ്, അതൊന്നും ഓ ആമേൻ. 27-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എടുത്തു വെച്ച് വായിച്ചു നോക്ക്. ആമേൻ. ആ വഴി അത് തന്നെയാണ് വഴി. ആമേൻ. അത് തന്നെയാണെന്നേ വഴി. കടം കയറി നിൽക്കുന്ന, ഇനി ഈ ബിസിനസ് എങ്ങനെ മുമ്പോട്ട് പോകും? പറ്റത്തില്ല. ഇങ്ങനെ പോയാൽ പിശാച് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. അതല്ല നിന്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വാഗ്ദത്തം. നീ ഭക്തനായതുകൊണ്ട് അത് തന്നെ നിശ്ചയം നിന്റെ ജീവിതത്തിൽ നിറവേറും. ആമേൻ. ആ രോഗസൗഖ്യമാണ് നിന്റെ വാഗ്ദത്തം. അതാ നിന്റെ ഇഷ്ടവും പ്രാർത്ഥനയും. അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ സാഹചര്യം കണ്ട്, ഈ അവസ്ഥ കണ്ട് ഭയപ്പെടേണ്ട. ഈ അവസ്ഥയിലൂടെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സ്റ്റാഫുകളെ കുറയ്ക്കുന്നു. അവസ്ഥ ഇതാണ്. ഇങ്ങനെ പോയാൽ പിശാചിനൊരു ഇഷ്ടമുണ്ട്. പിശാചിനുള്ള ഇഷ്ടമല്ല, നീ ഭക്തനായതുകൊണ്ട് നിന്റെ ദൈവത്തിനുള്ള ഇഷ്ടം, അതേ വാഗ്ദത്തം അത് തന്നെ നിവർത്തിക്കും. അപ്പോൾ അങ്ങനെ യാത്ര മുൻപോട്ട് പോവുകയാണേ. 27-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഈശാനമൂലൻ വീശിയടിച്ചു. അപ്പോൾ യാത്ര വാഗ്ദത്തത്തിലേക്കാണോ? എങ്ങനെ അറിയുവാൻ കഴിയും? കാറ്റടിക്കും. ആമേൻ. പ്രതികൂലം കടന്നു വരും. പ്രതികൂലമില്ല, ഒന്നുമില്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. വാഗ്ദത്തത്തിലേക്ക്, ചുമ്മാതാ, വാഗ്ദത്തത്തിലേക്കൊന്നുമല്ല. വാഗ്ദത്തത്തിലേക്കാണോ യാത്ര? പ്രശ്നമുണ്ട്. അത് നീ വിചാരിക്കും പോലെ ചെറിയ പ്രശ്നവുമല്ല. നോക്കിയേ, കപ്പൽ തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അതിനകത്തുള്ളതെല്ലാം എടുത്ത് പുറത്തെറിയേണ്ടി വന്നു. അപ്പോൾ കപ്പലിനകത്ത് ഒന്നുമില്ലാതായി മാറി. കപ്പലിൽ നിലനിന്ന് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. ഒപ്പമുള്ളവരെല്ലാം മരണവപ്രാളത്തോടെ ഓടുക. കയ്യിലുണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു. ചേർത്ത് വച്ചിരുന്നതൊക്കെ പോയി. അൽപ്പച്ചെ ഉറുമ്പ് അരിമണി ശേഖരിക്കും പോലെ ശേഖരിച്ച് വച്ചിരുന്നത്, അതല്ലേ സഹോദരി, അതല്ലേ മാതാവേ, ആ മല്ലിപ്പാട്ടയിൽ നിന്നും അരിക്കലത്തിൽ നിന്നും ഒക്കെ എടുത്ത് ചിലവാക്കി ചുട്ടി പിടിച്ചതും, ഓ സ്തോത്രം, കാതിലും കഴുത്തിലും ഒക്കെ വാങ്ങിച്ചിട്ടിരുന്നതും എല്ലാം പണയം വെച്ച് തീർന്നു. കയ്യിലുണ്ടായിരുന്നത് എല്ലാം തീർന്നു. കപ്പലിലുണ്ടായിരുന്നത് എല്ലാം തീർന്നു. പലതും നഷ്ടപ്പെട്ടു പോയി. കപ്പൽ ആടി ഉലയുക. ഈശാനമൂലനാൽ പിടിക്കപ്പെട്ട് എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടും. അയ്യോ, ഇനി പിടിച്ചിരിക്കുവാൻ കഴിയത്തില്ല. പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു.
ദൈവദാസനെ പ്രശ്നം കൂടിക്കൂടി വരിക. ഭർത്താവ് ഒരു രക്ഷയുമില്ല, എൻ്റെ ഭാര്യ ഒരു നിലയിലും അടുക്കുന്നില്ല. അയ്യോ, മക്കളെക്കുറിച്ചാണെങ്കിൽ പറയണ്ട. ഇതുവരെ ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു, എല്ലാം തീർന്നു ദൈവദാസനെ. ഇനി എനിക്കൊന്നിനും പറ്റത്തില്ല, ഇനി എനിക്കതിനുള്ള കഴിവില്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് വേണ്ടി പല പല വാതിലുകൾ മുട്ടി, അവർക്ക് വേണ്ടി ചില വഴികളെ തുറന്നു കൊടുത്തു. എല്ലായിടത്തുനിന്നും അവന്മാർ പുറത്തായി. കയ്യിലിരിപ്പ് അങ്ങനെയാ. ആമേൻ. എന്തു ചെയ്യും? എല്ലാം നഷ്ടപ്പെട്ടു. ഇനി മരണം മാത്രം മുമ്പിൽ. ഇനി എനിക്ക് മരിച്ചാൽ മതി. മരണം മാത്രം മുമ്പിൽ. പിശാചനെ കൊല്ലും. അയ്യോ, വെറും മരണമല്ല, നശിച്ച മരണം. കടക്കാരനായി നിന്നയും അപമാനവും സഹിച്ച് രോഗത്തിന്റെ കഠിനത അനുഭവിച്ച അയ്യോ, ഇങ്ങനെ ഒരു മരണത്തെ പോലും ഭീകരമാക്കുന്ന സ്തോത്രം കപ്പൽ തകർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. പലരുടെയും കപ്പൽ തകർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പഠനമായതുകൊണ്ട് പറയട്ടെ, ഭക്തൻ എന്താ ചെയ്യുന്നേ? ഭക്തൻ അലറിപ്പാഞ്ഞു ഓടുന്നവരുടെ കൂട്ടത്തിൽ ഓടിയില്ല. പിന്നെയോ കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി. പൗലോസിനെ കുറിച്ചാണ് പറഞ്ഞേ. ആ പൗലോസുമാരാ എന്നെ കേൾക്കുന്നേ. കപ്പലിൻ്റെ അടിത്തട്ടിലോട്ട് ഇറങ്ങി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാതെ തന്നെ പിശാചിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി ആളുകളെയും അയച്ചു, പ്രകൃതിയെയും പൗലോസിന് വിരോധമായി ഒരുക്കി. അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവം മിണ്ടാതിരിക്കും, അതുപോലെ പിശാച് മിണ്ടാതിരിക്കത്തില്ല. പിശാചിൻ്റെ പ്രവൃത്തി അതങ്ങ് ചെയ്തോളും. പക്ഷെ ഭക്തനായതുകൊണ്ട് തീർന്നില്ല, അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ദൈവത്തിൻ്റെ ദൂതൻ എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട. അപ്പോൾ ഭയപ്പെടേണ്ട എന്ന ദൈവദൂതൻ്റെ ശബ്ദം നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഉറക്കണം, നിങ്ങൾ ധൈര്യപ്പെടണം. ഈശാന മൂലം കണ്ട് വീശിയടിക്കുന്ന കൊടുങ്കാറ്റും തകർന്നു പോകുന്ന കപ്പലും നഷ്ടപ്പെട്ട അവസ്ഥകളും കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഭയന്താങ്കൊള്ളികളെ ദൈവത്തിന് ആവശ്യമില്ല. ആമേൻ. ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കരുത്. ഏകദേശം 365 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേടിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഉറച്ചു നിൽക്ക്. ആ ഉറച്ചു നിൽപ്പിന് വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് പകലിൽ ഈ വചന സന്ദേശത്തോടൊപ്പം അഥവാ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നത്. ദൂതനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നിങ്ങളെ ഉറപ്പിക്കും, നിങ്ങളെ ആശ്വസിപ്പിക്കും. ദെൻ അടുത്തെന്താ ദൈവം ചെയ്യുന്നേ? ആ കടലിൽ മുങ്ങി താഴാതെ ഉറച്ചു നിൽക്കുവാൻ പൗലോസിന് ഒരു കര നൽകി, മെലീത്ത എന്ന കര. ആമേൻ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടി ദൈവത്തിൻ്റെ ശബ്ദമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതേന്നെ, നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എനിക്കൊരു ഡൗട്ടുമില്ല. വിശ്വസിക്കുന്നവർ ഈ ശബ്ദത്തിനൊപ്പം ഉറപ്പോടെ വന്നാട്ടെ. അപ്പോൾ അങ്ങനെ ഉറച്ച പൗലോസിന് വേണ്ടി ദൈവം ഒരു കരയൊരുക്കി, മെലീത്ത എന്ന കര. നിങ്ങൾ ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് കാൽ വയ്ക്കും. അഥവാ ഈ പ്രതിസന്ധിയിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ, അതൊരു പക്ഷേ കൊറോണ മുഖാന്തരമായിരിക്കാം, വെള്ളപ്പൊക്കം മുഖാന്തരമായിരിക്കാം, സാമ്പത്തിക മാന്ദ്യമായിരിക്കാം, ഏതാണോ നിങ്ങളെ ഇന്ന് അലട്ടുന്ന പ്രശ്നം, ഈ പ്രശ്നത്തിൽ നിങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ ഒരു കാൽ വയ്ക്കുവാൻ കർത്താവ് അവസരമൊരുക്കും, ഒരു കര കർത്താവ് ഒരുക്കും. താങ്ക് യു ലോർഡ്. നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് നിനക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നത് നീ ഒന്ന് പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയുള്ളതാണ്. പലപ്പോഴും പലർക്കും പലതും തുറന്നു കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു ടെൻഷനാണ്. കർത്താവ്, ഇതാണോ ഞാൻ ആഗ്രഹിച്ചത് ചോദിച്ചതുമൊക്കെ? അതാണല്ലോ, പക്ഷേ ഇതാണോ? ഇതൊരു കാൽവെപ്പാണെന്ന്. മെലീത്ത ഒരു കാൽവെപ്പാ. സ്തോത്രം. പൗലോസ് മെലീത്തയിലോട്ട് കാല് വയ്ക്കുമ്പോൾ റോം കാണണമെന്ന ആഗ്രഹം. പൗലോസിനെ മെലീത്ത കൊടുത്ത് ദൈവം പറ്റിക്കുന്നതല്ല, അതൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. യെസ്, യേശുവിൻ നാമത്തിൽ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പിശാച് വിടുമോ? പിശാച് അവിടെയും കൈ കയറി ചുറ്റും. ആമേൻ. 28:1-2 വാക്യങ്ങൾ വായിച്ചു നോക്കിയേ. പിശാച് കൈ കയറി ചുറ്റും. കുടഞ്ഞു കളയാനുള്ള ശക്തി പ്രാർത്ഥിക്കുന്നവന് ദൈവം തരും. മാത്രമല്ല, അവിടെ 2ാമത്തെ വാക്യത്തിൽ വളരെ അനുഗ്രഹീതമായി ഭക്തന് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയാം, അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. സ്തോത്രം. ഇത് ഒരു ഭക്തന് മാത്രം ലഭിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ആമേൻ. അവിടുത്തെ ബർബരന്മാർ, ആൾക്കാരെ തിന്നുന്നവന്മാരാ, അവന്മാര് അസാധാരണമായ ദയ, സാധാരണ ദയയെക്കുറിച്ചല്ല, അസാധാരണമായൊരു ദയ. പ്രിയ സഹോദര, സഹോദരി, നീ പോകുന്നിടത്ത് നിന്ന് നിനക്ക് അസാധാരണമായ ദയ ലഭിക്കും. ആമേൻ. ആരോടും അവർ കാണിച്ചിട്ടില്ലാത്ത ദയ.
ആ ഒഫീഷ്യൽസിൻ്റെ അടുക്കൽ നിന്ന്, നിൻ്റെ സുപ്പീരിയേഴ്സിൻ്റെ അടുക്കൽ നിന്നും, നിൻ്റെ കോളേജിൽ നിന്നും, നിൻ്റെ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ നിന്നും സ്തോത്രം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരി, ആ കോടതിയിൽ നിന്ന്, വക്കീലിൻ്റെ അടുക്കൽ നിന്ന്, സ്റ്റേഷനിൽ നിന്ന്, കടക്കാരുടെ അടുക്കൽ നിന്ന്, സ്തോത്രം, ആശുപത്രിയിൽ നിന്ന്, നീ ഭയപ്പാടോടെ നോക്കുന്നിടത്തു നിന്നെല്ലാം നിനക്ക് അസാധാരണമായി അവർ ആരോടും കാണിച്ചിട്ടില്ലാത്ത ദയ നിന്നോട് കാണിക്കും. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. അത് അനുഭവിച്ചിട്ടില്ലേ? അയ്യോ, ഞാനൊക്കെ ഒരുപാട് തവണ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 2, വെളിയത്തിൽ ഒരു കാൽവെപ്പ്. ശത്രുവിനെ കുടഞ്ഞു കളയുവാനുള്ള ബലം. കുടഞ്ഞു കളഞ്ഞോ? കൈ ചുറ്റി അണലിയെ നൃത്തത്തിലായെന്ന് പിന്നെയും വെള്ളത്തിൽ ചാടിപ്പിക്കുമെന്ന് ഒരുവിധം പിടിച്ചു കയറി വരുന്നുണ്ട് ചിലരൊക്കെ മെലീത്തയിലോട്ട്. അവിടെ നൃത്തത്തില്ല എന്ന് പറഞ്ഞ് കയ്യിൽ ചുറ്റുന്ന അണലിയെ കുടഞ്ഞു കളയും യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ അത് തേൽ വീഴട്ടെ. താങ്ക് ലോർഡ്. ആ രോഗമെന്ന അണലി പിന്നെയും ചാടി കൈയിന്മേൽ ചുറ്റി അണലി തേൽ പോകട്ടെ യേശുവിൻ നാമത്തിൽ. ആ കുടുംബ പ്രശ്നം, യെസ്, ആ അണലി, വിഷം ചീന്തുന്ന അണലി, കോപമെന്ന അണലി, കൈനീട്ടൽ എന്ന അണലി തേൽ വീഴട്ടെ. സംശയമെന്ന അണലി തേൽ വീഴട്ടെ യേശുവിൻ നാമത്തിൽ. ജോലിയില്ലായ്മ എന്ന അണലി, വീണ്ടും വരുന്ന അണലി തേൽ വീഴട്ടെ. താങ്ക് ലോർഡ്. ബാധ്യത എന്ന അണലി വീണ് തീരട്ടെ യേശുവിൻ നാമത്തിൽ. അപ്പോൾ ഉറപ്പിച്ചു. ദെൻ കാൽ വയ്ക്കാൻ ഒരു കര നൽകി. 3:28-14 വാഗ്ദത്തത്തിൽ എത്തിച്ചു. ആമേൻ. പ്രിയരെ, പൗലോസിന്റെ യാത്രയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഒപ്പം കൂടുന്നതിന് മുമ്പേ പിശാചും അവൻ്റെ ആളുകളും കൂടെ കൂടി. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ നിറവേറിയത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, പിശാചിൻ്റെ ഇഷ്ടമല്ല. അതേ, നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്കാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും ദൈവം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ അതേ ആ വാഗ്ദത്തത്തിലേക്ക് നോക്ക്. ചുറ്റുമുള്ള വീശിയടിക്കുന്ന കാറ്റിനെ നോക്കണ്ട, ഈശാനമൂലനെ നോക്കണ്ട, അതിൻ്റെ പ്രഭാവം നിമിത്തം ഉയർന്നു പൊങ്ങുന്ന തിരമാലയെ നോക്കണ്ട, തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പലിനെ നോക്കണ്ട, ജോലി സ്ഥലത്തെ പ്രതിസന്ധിയെ നോക്കണ്ട, ഭവനത്തിനകത്തെ പ്രതികൂലങ്ങളെ നോക്കണ്ട. സ്തോത്രം യേശുവിൻ നാമത്തിൽ. തലമുറകൾ ഇന്നായിരിക്കുന്ന പ്രശ്നങ്ങളെ നോക്കണ്ട. കേൾക്ക്, നിങ്ങൾ വാഗ്ദത്തത്തിലേക്ക് നോക്ക്. നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് എന്താണോ ദൈവം പറഞ്ഞത് അതിലേക്ക് നോക്ക്. വിശ്വസിക്ക്, പ്രാർത്ഥിക്ക്. കർത്താവ് നിന്നെ അവിടെ എത്തിക്കും. നിന്റെ കുടുംബജീവിതത്തെ അവിധത്തിൽ കർത്താവ് പണിയും. മാതാവേ, പിതാവേ, മക്കളെക്കുറിച്ച് നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിൽ നോക്ക്. അതെ, അതിൽ വിശ്വസിക്കുക. ആ വിധത്തിൽ തന്നെ അതിനെ കർത്താവ് ആക്കി തീർക്കും. സ്തോത്രം. സൗഖ്യത്തെക്കുറിച്ച് ദൈവം എന്താണോ പറഞ്ഞേ അതിൽ വിശ്വസിക്കുക, അത് തന്നെ സംഭവിക്കും. അപ്പോൾ നിങ്ങളവിടെ എത്തിക്കുവാൻ കർത്താവിന് അറിയാം. അതിനുവേണ്ടി ദൈവം വഴി വെട്ടുവാൻ സമയം കളയത്തില്ല. പിശാച് വെട്ടുന്ന വഴിയെ കൂടെ തന്നെ നിങ്ങളവിടെ എത്തിക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് ധൈര്യമായി കോൺടാക്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കാം. ആ വാഗ്ദത്തത്തിലേക്ക് നോക്കിപ്പിക്കുവാൻ, അതിലേക്ക് മാത്രം നിങ്ങളെ നോക്കിപ്പിക്കുവാൻ ഞങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തും. എന്നാൽ കടടച്ചോ പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയൊരൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഇഷ്ടം അല്ല, അങ്ങയുടെ വാഗ്ദത്തം ഇന്ന് പകൽ അവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവരെ നസ്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല തടസ്സങ്ങളെയും മാറ്റി തൊഴിൽ മേഖലയിൽ അവർ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിൽ അവരെ എത്തിക്കുന്ന കൃപയ്ക്കായി, അവർ ആഗ്രഹിക്കുന്ന ജോലികൾ അവർക്ക് നൽകുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ ആ തടസ്സങ്ങൾ മാറട്ടെ. സകല ഈശാന മൂലരും അമരട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. കപ്പൽ ഛേദമായി തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുന്നത് പോലെ പലതും നഷ്ടപ്പെടുത്തി, ജോലി നഷ്ടപ്പെടുത്തി, നിന്റെ ഭർത്താവിനെ, നിന്റെ തലമുറയെ യേശുവിൻ നാമത്തിൽ തകർത്ത് കളയുവാൻ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതി ഇപ്പോൾ തകർന്നു മാറട്ടെ. രോഗമിട്ട് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. നെടുനാളായി വിട്ടുമാറാതെ വെളിപ്പെട്ട് നിൽക്കുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. തലമുറകളുടെ ഭാവിക്ക് വിരോധമായി വാദിച്ചു വെല്ലുവിളിക്കുന്ന പോരാട്ടങ്ങൾ അങ്ങ് എത്തിക്കത്തില്ല എന്ന്, അതേ നിന്റെ ആഗ്രഹത്തിന്, നിന്റെ സ്വപ്നത്തിൽ അവരെ എത്തിക്കത്തില്ല എന്ന് വാദിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. അമേൻ. വാഗ്ദത്തത്തിൽ ചില തലമുറകൾ എത്തുവാൻ പോകുന്ന കൃപയ്ക്കായി അവർക്ക് റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. അമേൻ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ. ഭർത്താവ് മടങ്ങി വരുവാൻ പോകുക. സഹോദരി പ്രാർത്ഥിക്ക്, നിന്നോട് തന്നെ നിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ വാഗ്ദത്തം അത് സംഭവിക്കുവാൻ പോകുക. അവൻ മടങ്ങി വരിക, അവൾ മടങ്ങി വരിക യേശുവിൻ നാമത്തിൽ. ആ കടഭാരങ്ങൾ മാറുക, എല്ലാ ദാരിദ്ര്യവും, എല്ലാ ഇല്ലായ്മകളും മാറുക. സ്തോത്രം. വഴികളെ അടച്ച് കടക്കാരനാക്കി, കടക്കാരിയാക്കി ഒതുക്കി കളയുന്ന ശത്രുവിന്റെ പദ്ധതി ഇന്ന് പകൽ വിട്ടുമാറുക. അവകാശങ്ങൾ ലഭിക്കുക. അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്ന
ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുക. ഓ സ്തോത്രം. സമൃദ്ധി വെളിപ്പെടുക, ആ തടസ്സം മാറുക, ഭവനങ്ങളിലേക്ക് നന്മ കടന്നു വരിക. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടുക, ആ തടസ്സം മാറുക, വിവാഹ ബന്ധങ്ങൾ നടക്കുക യേശുവിൻ നാമത്തിൽ. വാഹനങ്ങൾ ചിലർ വാങ്ങുക. ആമേൻ. ചിലർ പുതിയ കാൽവെപ്പുകൾ നടത്തുക. ആമേൻ. ഭാവിയിലേക്കുള്ള ചില പുതിയ കാൽവെപ്പുകൾ, ഉദരഫലങ്ങൾ ജനിക്കുക. ശുശ്രൂഷകന്മാർ ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുക. വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന സകലരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, സകല പ്രതികൂലങ്ങളും മാറട്ടെ. ആഗ്രഹിച്ചതിനപ്പുറം നേടി വാഗ്ദത്തം പ്രാപിച്ചു മടങ്ങുവാൻ തക്കവണ്ണം സ്വർഗം ഇവരെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ ദൂതൻ പൗലോസിനെ ശക്തീകരിച്ച് വാഗ്ദത്തത്തിലേക്ക് നടത്തിയതുപോലെ ഇന്ന് അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ ശക്തീകരിച്ച് വാഗ്ദത്തത്തിലേക്ക് നടത്തുവാൻ, അവരുടെ ആഗ്രഹങ്ങളെ പ്രാപിക്കുമാറാക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെയും അങ്ങ് ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.